എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 5:24. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടുകൊണ്ടാണ് ദൈവം ആദാമിന് തക്ക തുണയെ ഒരുക്കി കൊടുത്തത്. ഏത് വ്യക്തിയാണെങ്കിലും ഏകനായി ദീർഘനാൾ വസിക്കുന്നത് ആരോഗ്യകരമോ അഭിലഷണീയമോ അല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവസന്നിധിയിൽ ഏകനായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹവും പ്രയോജനകരവുമാണെന്ന് അനുഭവസ്ഥർ പറയുന്നു. ദൈവം ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനവധി സന്ദർഭങ്ങൾ കുറച്ചു കാലത്തേക്ക് കാണാൻ സാധിക്കും. ഏകനായി നിന്ന് ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട അനേകരെ ദൈവവചനത്തിൽ ഉടനീളം കാണുന്നുണ്ട്. അങ്ങനെയുള്ള ചിലരെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഏകനായി ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനെ പരിചയപ്പെടുന്നു. ഒരു ദുഷിച്ച തലമുറയിൽ കൂട്ടിനാരുമില്ലാതെ ദൈവത്തോടു കൂടി നടക്കാൻ ധൈര്യപ്പെട്ട മനുഷ്യനായിരുന്നു ഹാനോക്ക്. വെറും സാധാരണക്കാരനായൊരുവൻ 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. ഒരു ദിവസം ദൈവം അവനെ കൂടെ അങ്ങ് കൊണ്ടുപോയി. ഇനി ഒരിക്കലും പിരിഞ്ഞിരിക്കേണ്ടാത്ത വിധത്തിൽ സിനിമ, പിക്നിക്ക്, ഷോപ്പിംഗ് തുടങ്ങിയവയ്ക്ക് പോകാനൊക്കെ കൂട്ടുകിട്ടും. എന്നാൽ ദൈവത്തോടു കൂടെ നടക്കാൻ നമുക്ക് കൂട്ടുകിട്ടും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. ദൈവത്തോടു കൂടെ നടക്കാൻ ധൈര്യപ്പെടുന്ന തൻ്റെ ഭക്തന്മാർക്ക് യഹോവയുടെ സഹിത്വം അവിടുന്ന് നൽകുന്നു. അവിടുത്തെ സകല രഹസ്യങ്ങളും പങ്കുവയ്ക്കുന്നു. സങ്കീർത്തനം 25:12 നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു. താൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴിയും കാണിച്ചു കൊടുക്കും. ഒരു ഹാനോക്കായി ഈ തലമുറയിൽ ജീവിക്കാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ ദൈവത്തിൻ്റെ സഹിത്വത്തെ ആസ്വദിക്കാൻ നമുക്ക് കഴിയും. അബ്രഹാമിനെ കുറിച്ചും നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഏകനായിരുന്നതിൻ്റെ ഒരു പട്ടിക തന്നെ കാണാം. ഏകനായി വിളിക്കപ്പെട്ടവൻ. ദൈവം വ്യക്തികളെയാണ് വിളിക്കുന്നത്, ആൾക്കൂട്ടങ്ങളെ അല്ല. തൻ്റെ ഭവനത്തെയും ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടവനാണ് അബ്രഹാം. മറ്റൊന്ന്, ഏകനായി അനുസരിച്ചവനാണ്. എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടവനാണ് അബ്രഹാം. മൂന്നാമത്, ഏകനായി പരീക്ഷിക്കപ്പെട്ടവൻ. ഏറ്റവും വലിയ പരീക്ഷയിലും പൂർണ്ണ വിജയം നേടിയവനാണ്. മറ്റാരും കടന്നുപോയിട്ടില്ലാത്ത പ്രത്യേകതകളുടെ നീളുന്ന ഒരു നിര തന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ട്. 4, ഏകനായി മധ്യസ്ഥത ചെയ്തവൻ. സോദോമിനും ഗൊമോറയ്ക്കും വേണ്ടി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥ ചെയ്തവനാണ്. 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ മധ്യസ്ഥത ചെയ്യാൻ തുടങ്ങി. അവസാനം 10 നീതിമാന്മാർ എന്ന സംഖ്യ എത്തുന്നത് വരെ അത് തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് നമ്മൾ കാണുന്നു. മറ്റൊന്ന്, ഏകനായി ദൈവശബ്ദം കേട്ടവൻ. പല പ്രാവശ്യം ദൈവശബ്ദം കേട്ടവനാണ്. തന്നെ ഉറപ്പിക്കാനും കുറച്ചും കൂടെ ധൈര്യപ്പെടുത്താനും താൻ കേട്ട ദൈവശബ്ദമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. ഇന്ന് നമുക്കാണെങ്കിൽ ഉറപ്പിനും ബലത്തിനും എഴുതപ്പെട്ട ദൈവവചനമുണ്ട്. ദൃഷ്ടാന്തങ്ങളായി ഈ വിശുദ്ധന്മാരുടെ അനുഭവങ്ങളുണ്ട്, കൂട്ടായ്മയുണ്ട്. അബ്രഹാമിന് ഇതൊന്നുമില്ലായിരുന്നു. ദൈവശബ്ദം കേട്ടപ്പോൾ ഒക്കെ താൻ ഏകനായിരുന്നു. മറ്റൊന്ന്, ഏകനായി വിശ്വസിച്ചവനാണ്.
സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരുന്നിട്ടും, ധൈര്യപ്പെടുത്താൻ ആരും ഇല്ലാതിരുന്നിട്ടും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു. റോമാലേഖനം 4:19 നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ഉറപ്പ് ലഭിക്കുന്നു. അങ്ങനെ വിശ്വസിച്ച് മുറുകെ പിടിച്ച് ദൈവം എന്തു പറഞ്ഞുവോ അങ്ങനെ തന്നെ ഉള്ളിൽ സ്വീകരിച്ച വ്യക്തിയാണ്. ഏകനായി നീതീകരിക്കപ്പെട്ടവനാണ്. ജീവിതത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പരീക്ഷണവും താൻ വിജയകരമായി തരണം ചെയ്തു. ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവനായി അംഗീകരിക്കപ്പെട്ടു. നമ്മളൊരു പുതിയ ദിവസത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ദൈവത്തോട് കൂടെ ഏകരായി നടക്കാൻ, ചിന്തിക്കാൻ, ധ്യാനിക്കാൻ ഇടയാകട്ടെ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവം നമ്മളെ അതിന് ബലപ്പെടുത്തട്ടെ. ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാഹിത്യം ലഭിക്കുന്നു എന്നാണ്. നമ്മുടെ സഹയാത്രികനായി കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഇമ്മാനുവേൽ എന്ന പേര് കർത്താവിന് നൽകപ്പെട്ടത്. നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറാണോ എന്നതാണ് ചോദ്യം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിവസത്തിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങൾ ദൈവത്തോട് കൂടെ നിൽക്കാൻ, നടക്കാൻ, നിലപാടുകൾ എടുക്കാൻ സഹായിക്കണമേ. മറ്റാരും കൂടെയില്ല എന്ന് തോന്നുമ്പോഴും ഞങ്ങളോട് കൂടെ നടക്കുന്ന ദൈവം, തൻ്റെ സാഹിത്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന കർത്താവ്, ആ വലിയ ബോധ്യത്തോടെ ജീവിപ്പാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ആലോചന നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയുള്ള കരങ്ങളിൽ വഴി നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും ആലോചനയും സഹിത്വവും നാം ഏവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.